CPM കൊല്ലം ജില്ലാ സെക്രട്ടറിയായി എസ് സുദേവൻ തുടരും. സെക്രട്ടറി മാറണമെന്ന ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നു. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നതുകൊണ്ടാണ് സെക്രട്ടറിയുടെ തുടരാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയെ തുടർന്ന് 4 നേതാക്കളെ ഒഴിവാക്കിയതായും സൂചന. വിശദാംശങ്ങളുമായി കണ്ണൻ നായർ ചേർന്നു. ഈ സമ്മേളനത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഉയർന്നു വന്നത്? ഈ കൊല്ലത്ത് നടക്കുന്നത് കൊണ്ട് മാത്രമാണോ സെക്രട്ടറിയെ തുടരാൻ അനുവദിച്ചത്? വിശദാംശങ്ങൾ എന്താണ് കണ്ണൻ? കടക്കിൽ നിന്നുള്ള തോട്ടം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വരെയായ എസ് സുദേവൻ വീണ്ടും കൊല്ലം ജില്ലാ സെക്രട്ടറിയായി തുടരും. അടുത്ത 3 വർഷത്തെ കൊല്ലത്തെ പാർട്ടിയെ നയിക്കാനുള്ള ചുമതല എസ് സുദേവനിലായിരിക്കും. സംസ്ഥാന സമ്മേളനം നടക്കുന്നത് മാർച്ച് 6 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ കൊല്ലത്താണ്. അതുകൊണ്ട് തന്നെയാണ് എസ് സുദേവൻ വീണ്ടും ജില്ലാ സെക്രട്ടറിയായിട്ട് തുടരട്ടെ എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുക. എന്തായാലും എസ് സുദേവൻ ജില്ലാ സെക്രട്ടറിയായി തുടരും എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നത്. അതിൽ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഈ സുദേവൻ തന്നെ തുടരട്ടെ എന്നുള്ള നിലപാടെടുത്തു. എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ മുതിർന്ന നേതാവായിട്ടുള്ള ആൾ സുദേവന് പകരം മറ്റൊരാൾ വരട്ടെ എന്നുള്ള പേര് നിർദ്ദേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ അവസാനം പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുദേവൻ തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരട്ടെ. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റം, സെക്രട്ടറി മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംഘടനാ തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സംസ്ഥാന സമ്മേളനത്തിന്റെ നടത്തിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ കാര്യം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണോ ഈ 4 പേരെ ഇപ്പോൾ അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കിയിരിക്കുന്നത്? തീർച്ചയായും കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ കടുത്ത ആരോപണങ്ങൾ നേരിട്ട ആൾക്കാരാണ്, വിമർശനങ്ങൾ നേരിട്ട ആൾക്കാരാണ് 4 പേർ. 4 പേർക്ക് എതിരെ നടപടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അല്പം കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും 3 പേർക്കെതിരെ നടപടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള PR വസന്തൻ, C രാധാമണി, PK ബാലചന്ദ്രൻ, ഈ 3 പേർക്കെതിരെ നടപടി ഉണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ ധാരണയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നമ്മൾ രാവിലെ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഒപ്പം B ഗോപൻ JSSൽ നിന്ന് ഈ ഫെബ്രുവരി മാസമാണ് അയാൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായമുണ്ട്. കാര്യം ഇതിന്റെ വിഭാഗീയത ഫെബ്രുവരി മാസത്തിന് ശേഷം തുടങ്ങിയതല്ല, അതിനു മുമ്പ് തന്നെ രൂക്ഷമായ വിഭാഗീയതയെ തുടർന്ന് കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് ഈ തീരുമാനം. 4 പേരെ മാറ്റിയതായി അറിയുന്നു.